അപ്പോൾ 2015 സെഡ്. അപ്പോൾ നല്ല വൃത്തിയുള്ള എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തോൽക്കാണ് ഈ സെഡ് ഒക്കെ വേണ്ടത്, ഫുൾ ലോഡ് സാധനം. പിന്നെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ടൈപ്പ് സ്കേർട്ടിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്മേൽ നിങ്ങൾക്ക് 100 രൂപേൻ്റെ വർക്ക് പോലും പെൻഡിങ് ഉണ്ടാവില്ല. അതാണ് സെഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ സ്റ്റോക്കിൽ ഓടുന്നുണ്ട്. ഏത് നോക്കി കഴിഞ്ഞാൽ ഒരു 2015 മോഡല് ഇന്നോവ. അതും എല്ലാവർക്കും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അങ്ങനത്തെ പറയാം, നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട അന്ന് തന്നെ അല്ലെങ്കിൽ അപ്പം തന്നെ റാഞ്ചി കൊണ്ടുവന്ന റേറ്റാണ് 15 സെഡ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 15 സെഡ് എടുക്കണം എന്ന് ആഗ്രഹമുള്ള ടീം എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. അല്ലെങ്കിൽ ആ ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ. അത് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസിലോട്ട് തന്നെ പോകാം. ഈ 15 സെഡൊക്കെ തപ്പുകൊണ്ട് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കാർ എടുക്കുമ്പോൾ, ഒരു ബേസ് സാധനം എടുക്കുമ്പോൾ നമുക്ക് അതിൽ എല്ലാ ഫീച്ചേഴ്സും കിട്ടിക്കൊണ്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഒരു 4x4 താറ് എടുക്കുകയാണ് കൂട്ടിക്കളി. അതിൻ്റെ ഒരു 4x4 താറും അല്ലെങ്കിൽ 2 വീൽ ഡ്രൈവ് താറും അത് കൂട്ടിക്കളി കേട്ടോ. അപ്പോൾ നമ്മൾ 2 വീൽ ഡ്രൈവ് എടുത്തത് ഇനിയിപ്പോൾ കൂട്ടിക്കളി നമ്മളൊന്ന് ഒരു ഓഫ് റോഡ് കാര്യങ്ങൾ പോകണമെന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ 2 വീലുള്ളൂ. അപ്പോൾ ഒരു ചടപ്പ് വരും. അപ്പോൾ അങ്ങനത്തോൽക്കാണ് ഈ സെഡൊക്കെ വേണ്ടത്, ഫുൾ ലോഡ് സാധനം. ഫുള്ള് സാധനം അതിലുണ്ടാവും. പിന്നെ അതിനെക്കുറിച്ച് വേറൊരു വേവലാദ്യോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേറൊരു സങ്കടം കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഡൊക്കെ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തോൽക്ക് അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളും വരും. അതുകൊണ്ടാണ്. പിന്നെ അതിനനുസരിച്ചുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ വരും. ഇല്ലാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. വുഡ് ഫിനിഷിങ്ങിൽ വരുന്നത് ഇൻറ്റീരിയറും കാര്യങ്ങളും, അതുപോലെ ഡയമണ്ട് കട്ട് വീലും, അതുപോലെ സൈഡ് സ്റ്റിക്കറും എല്ലാ തേങ്ങ വാങ്ങിയതിലുണ്ടാവും. അതാണ് സെഡ്. ഒരു സാധനത്തിൻ്റെ ഫുള്ള്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൽ ഇടങ്ങാറാവൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു നോക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 സെഡ്, ഇന്നോവയിൽ ഒരു 15 സെഡ് നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഫുൾ വീഡിയോകൾ മസ്റ്റായിട്ട് ഇടണം. അതൊരു കിഡിലും വണ്ടി തന്നെയാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽസ് നോക്കിയാലോ. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2015 മോഡലിൽ കിടക്കണേ, സെഡ് ഓപ്ഷനിൽ കിടക്കണേ, സെക്കൻഡ് ഓണർഷിപ്പിൽ 1,40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു കിഡിലും വണ്ടി നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഫുൾ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് PB രജിസ്ട്രേഷനിൽ കിടക്കുന്ന വണ്ടി നിങ്ങളെ മുമ്പ് കിട്ടിയാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള അതുപോലെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ മൊത്തത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രണ്ട് ഭാഗം നോക്കിക്കോളി. ഫ്രണ്ട് ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ടൈപ്പ് 4ൽ, ഇന്നോവൻ്റെ ലാസ്റ്റ് മോഡൽ ടൈപ്പ് 4ൽ വണ്ടി കിടക്കുന്നത്. ഓക്കെ, എവിടെയും ചെറിയൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ടച്ച് ആൻഡ് പോളിഷ് ബമ്പർ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. ഓക്കെ, ഇവിടെ ഒരു ക്രോം വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ ക്രോം, അതൊക്കെ പിന്നെ ഏകദേശം അറിയണ തന്നെയാണ്. നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ അറിയണതാണ്. നമ്മൾ സൈഡ് പ്രൊഫൈൽ വെച്ചിട്ട് ഇങ്ങനെ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് തന്നെ സൈഡ് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡ് പ്രൊഫൈൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു വീലാർച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഡയമണ്ട് കട്ട് അലോയ് വീല് വരുന്നുണ്ട്. ഇത് ഭയങ്കര വെറൈറ്റിയാണ്, കാരണം 15 സെഡിലൊക്കെ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. ഓക്കെ, അതുപോലെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 70-80% ടയറും കാര്യങ്ങളും എന്തായാലും ഉണ്ട്. ഓക്കെ, ഈ സൈഡിൽ വരുമ്പോൾ സെഡിൽ മാത്രം ഉണ്ടാവുന്നതാണ് ഇത് സ്റ്റിക്കർ. പിന്നെ നമ്മൾ G4ലും അതുപോലെ വീലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. കമ്പനി വരുന്നതാണ് സൈഡ് സ്റ്റിക്കറും കാര്യങ്ങളും. അതുപോലെ ഇവിടെ ക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻഡോ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൈഡ് പ്രൊഫൈലിൻ്റെ മൊത്തത്തിൽ അങ്ങനെയാണ്. ഇവിടെ വീലാർച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ടയർ നോക്കുകയാണെങ്കിൽ ഏകദേശം 4 ടയറും ഏകദേശം ഒരു 70% മുകളിലുണ്ടെന്ന് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. നമുക്ക് ഇൻറ്റീരിയർ ഭാഗം നോക്കിയാലോ. അപ്പോൾ ഇൻറ്റീരിയർ ഭാഗം നോക്കിക്കോളി. അത് വൃത്തിയുള്ള ഒരു കമ്പനി ലെതർ ടൈപ്പ് സീറ്റ് കവറിലൊക്കെ വരുന്ന ഒരു കിഡിലെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ ഇവിടെ വുഡ് ഫിനിഷും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഗിയർ നോബ് ആണെങ്കിൽ വുഡിലെ വരിക. അതിനൊരു പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം. ഓക്കെ, 15 സെഡ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രീമിയം കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്റ്റെയറിംഗ് വീലാണെങ്കിലും എല്ലാം ഒരു കിഡിലും ഒരു ഫിനിഷിങ്ങിൽ അല്ലെങ്കിൽ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഇനി ഇതിന്മേൽ നിങ്ങൾക്ക് 100 രൂപേൻ്റെ വർക്ക് പോലും പെൻഡിങ് ഉണ്ടാവില്ല. അതാണ് സെഡിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ബാക്ക് റൂം നോക്കിക്കോ. ഓക്കെ, മാറ്റ് ഉണ്ട്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എല്ലാം വൃത്തിയുള്ളൊരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഓക്കെ, റൂഫാണെങ്കിലും എല്ലാ കാര്യങ്ങളും പക്കാ കണ്ടീഷനുള്ളൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് സെഡിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുരുക്കം സെഡേ കൊണ്ടുവരുള്ളൂ. കൊണ്ടുവരുന്ന അന്ന് നമുക്ക് ഏകദേശം 90% കച്ചവടമാവലുണ്ട്. സെഡിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുരുക്കം സെഡേ കൊണ്ടുവരുള്ളൂ. കൊണ്ടുവരുന്ന അന്ന് നമുക്ക് ഏകദേശം 90% കച്ചവടമാവലുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 2015 സിൽക്കി ഗോൾഡ് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ആലുവയ്ക്കാണ് കച്ചവടമായിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് സൗണ്ട് വോയിസ് ഓവർ കട്ടായി. അതിൽ പിന്നെ അവിടുന്ന് തന്നെ ആ ഡ്രസ്സിൽ തന്നെ പാൻറ്റ് മാത്രം ഒന്ന് മാറ്റിയിട്ട് ആ ഡ്രസ്സിൽ തന്നെ ബാക്കി ചെയ്യരുത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബാക്ക് സൈഡ് മുതലാണ് പറയാനുള്ളത്. അപ്പോൾ ബാക്കിൽ നോക്കുമ്പോൾ ഫുൾ വീഡിയോ കാണാം കേട്ടോ, വേറെ ഒന്നും തോന്നണ്ട. അപ്പോൾ അതുപോലെ പിന്നെ ഇന്നോവ എന്ന് എഴുതിയത് ടൈപ്പ് 4ൻ്റെ കമ്പനി തന്നെ. പിന്നെ ഡിക്കി പട്ട, യൂക്രോം, ഡിക്കി പട്ട, അങ്ങനെ 4 ഐറ്റങ്ങളും. പിന്നെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ടൈപ്പ് സ്കേർട്ടിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
ഈ റിഫ്ലക്ടർ കണ്ടാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ആരോ മാർക്കിങ്ങനെ പോകുന്ന രീതിക്കുള്ള ഒരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിങ് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അഭിപ്രായം കാര്യങ്ങളൊക്കെ. ഒരു മൊത്തത്തിൽ ലുക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. മറ്റേ നമ്മൾ ക്രിസ്റ്റൻ്റെ സ്കേർട്ടിങ്ങാണ് ചെയ്തത്, ഇത് നമ്മളൊരു വെറൈറ്റി ടൈപ്പ് നമ്മുടെ ടീം തന്നെ ചെയ്തതാണ്, വെറൈറ്റി അടിപൊളിയല്ലേ. എനിക്കെല്ലാം പേഴ്സണലി ഇഷ്ടമായിട്ടോ, മറ്റേനെക്കാട്ടും ഒന്നുകൂടെ ബെറ്റർ ആയി തോന്നുന്നുണ്ട്. കാരണം പെട്ടി ലുക്ക് വണ്ടിക്ക് തരുന്നുണ്ട്, ഒന്നുകൂടെ ഒരു എന്തൊക്കെ ഒരു വെറൈറ്റി തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് മൊത്തത്തിൽ ഒരു ബാക്ക് സൈഡ് വരുന്നത്, ബാക്ക് പ്രൊഫൈൽ വരുന്നത്. പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളി, PB 29-6-71, അതുപോലെ 2.5 സെഡിൻ്റെ എഡ്ജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് മൊത്തത്തിൽ ബാക്ക് പ്രൊഫൈലിൽ വരുന്നത്. ഡിക്കി ഗ്ലാസ് ആണെങ്കിലും 15 കേട്ടോ, 15ൻ്റെ ഗ്ലാസ് കാര്യങ്ങൾ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ നമ്മൾ മറ്റേ പറഞ്ഞ പോലെ തന്നെ സൈഡ് സ്റ്റിക്കർ, അതുപോലെ വിൻഡോ ഗാർണിഷ്, പിന്നെ വീൽ ആർച്ച്, അതുപോലെ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ എങ്ങനെയായാലും 4 ടയർ ഞാൻ പറഞ്ഞില്ല, 80% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഡോറിൽ നമുക്കൊരു ക്രോമും കാര്യങ്ങളും, മൊത്തത്തിൽ അങ്ങനെ തന്നെ, നമുക്ക് വേറെ പ്രത്യേകിച്ച് പറയാനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെയാണ് ഈ സൈഡിലൊരു വീൽ ആർച്ച് കാര്യങ്ങൾ, പിന്നെ സൈഡ് ബീഡിങ്ങുകളൊക്കെ ടൈപ്പ് 4ൻ്റെ സൈഡ് ബീഡിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫുള്ള് വൃത്തിയാണ്. അപ്പം ഈ വിയും സെഡും തമ്മിലുള്ള മാറ്റം കുറച്ച് മാറ്റങ്ങളുള്ളൂ. അത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ വീലാർച്ചല്ല, നമുക്ക് ഈ സൈഡിൽ വരുമ്പോൾ എന്തൊക്കെ മെയിനായിട്ട് സൈഡ് സ്റ്റിക്കർ, അതുപോലെ ഡോറിലൊരു നിക്ലിങ്, വിൻഡോ ഗാർണിഷ് കാര്യങ്ങൾ, കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ വിയും സെഡും തമ്മിൽ മാറ്റം. G4 ആകുമ്പോൾ മൊത്തത്തിൽ ബാക്കിൽ വരുമ്പോൾ നിക്ലിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിക്ലിങ് കാര്യങ്ങളൊന്നുമില്ല. G4 ആകുമ്പോൾ സ്റ്റോക്കാണ്, സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസും കാര്യങ്ങളാണ് പറയേണ്ടത് തന്നെയാണ്. ആ വീഡിയോയിൽ അതാണ് കട്ടായത്, പിന്നെ നമ്മളിപ്പോൾ വന്നിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 9,65,000 റുപ്യക്ക് NOCയിൽ തരാൻ പറ്റും. കാരണം NOC എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില RTOയിൽ തമ്മിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, ഡിഫറൻസ് റൈറ്റിൽ. അപ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മാറ്റം വരും. അപ്പോൾ എന്താണ് കുറച്ചാണെങ്കിൽ കുറച്ച് വരട്ടെ, കൂടുതലാണെങ്കിൽ കൂടുതൽ വരട്ടെ എന്ന് എഴുതിയിട്ട് NOCയിൽ നമ്മളാണ് പറയുന്നത്. നമ്പറാക്കി നമ്മൾ കൊടുക്കും, അതിന് ടാക്സും കാര്യങ്ങളും അങ്ങനത്തെ ചെറിയ മാറ്റം വരും പ്രൈസിൽ. അപ്പോൾ അത് കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അത് കൂടുതലോ കുറവോ ഉള്ള, അപ്പോൾ കുറവാണെങ്കിൽ കുറച്ച് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചിട്ട് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് NOC റേറ്റ് പറയുന്നത്. KL-ന് നമ്മൾ കൊടുക്കുന്നുണ്ടോ, KL നമ്പർ ആക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാക്സിൻ്റെ കാര്യം നമുക്ക് തന്നു കഴിഞ്ഞാൽ ടാക്സിൻ്റെ റേറ്റ് എത്ര നമ്മൾ പറയും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ വണ്ടീൻ്റെ വില NOC നമ്മൾ പറയുന്നത്. NOCയിൽ നമുക്ക് 9,65,000 റുപ്യാണ് നമ്മൾ ഫൈനൽ ചോദിക്കുന്നത്. ഇതാണ് നമ്മൾ വണ്ടീൻ്റെ ഒരു ഹൃദയഭാഗം, എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, നോക്കിക്കോളി, അബ്രോണും കാര്യങ്ങളും മെയിനായിട്ട് നമുക്ക് അതാണ് നോക്കേണ്ടത്. എഞ്ചിൻ സൈഡിൽ തുറക്കുമ്പോൾ അബ്രോൺ ഇടിയുണ്ടോ, തട്ടുണ്ടോ, കമ്പനി പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ തന്നെയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക, അതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഓയിൽ കൂളൻ്റ് ആണെങ്കിലും പവർ സ്റ്റിയറിംഗിൻ്റെ ഓയിലാണെങ്കിലും അതിൻ്റെ മൊത്തത്തിലൊരു വൃത്തി എങ്ങനെ ഉണ്ട് നോക്കിക്കോളി. അപ്പോൾ നല്ല വൃത്തിയുള്ള എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇൻ്റർകൂളർ അല്ല, സാധയാണ്. ഓക്കെ, അപ്പോൾ 2015 Z ഇൻട്രസ്റ്റിലുകൾ കോൺടാക്ട് ചെയ്യുക. ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു 9,65,000 റുപ്യക്ക് NOCയിൽ തരാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള എന്ത് ചെയ്യേണ്ടത്, കോൺടാക്ട് ചെയ്യുക. നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതല്ല വേറെ വണ്ടികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഇന്നോവ മാത്രമാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ക്രിസ്റ്റ ഏകദേശം 2 ക്രിസ്റ്റ വേറെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരു 2016 2.8 വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുത്ത് നമ്മളിടും. നല്ല വണ്ടി കേട്ടോ. പിന്നെ അപ്പോൾ ഇനി ഇതൊക്കെ തന്നെ നമ്മൾ പറയുള്ളത്. അപ്പോൾ ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോസിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, നമ്മളെ കൂടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.